प्यारे बच्चों, आदाब। आपको कैसे हैं? अच्छा अच्छा है ना? ഓ बहुत अच्छा है. അതെ, നമ്മളെല്ലാവരും വീട്ടിൽ സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ പ്രിയപ്പെട്ട കുട്ടികളെ? അങ്ങനെ ആവും, അങ്ങനെ തന്നെ ഞാൻ കരുതട്ടെ. ഏതായാലും നിങ്ങളൊക്കെ കണ്ട് നിങ്ങളോട് ക്ലാസ് എടുക്കണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ ഒരു ക്ലാസ് തരാനാണ് ഞങ്ങൾക്കൊക്കെ കഴിയുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, आप लोग 7वीं जमात में हैं, छोटे बच्चे नहीं, आप कुछ बड़े बच्चे हैं. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നല്ല കേട്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അതുകൊണ്ട് കുച്ച് ഉറുദു മേം ബോൽന സീഖ്ന സുന്ന ജറൂരി ഹെ. കുറച്ചൊക്കെ നമ്മൾ ഉറുദുവിൽ തന്നെ സംസാരിക്കുകയും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും, കുറച്ച് ഉറുദുകളൊക്കെ പറയും കേട്ടോ. अब मैं एक वीडियो दिखाता हूँ, देखिए. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. യഹ് ലോഗ് കഹാ ജാത്തേ ഹേ? ഇവരൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇവരൊക്കെ പോകുന്നത് എങ്ങോട്ടായിരുന്നു? കഹാ കിധർ? നാട്ടിലേക്ക്, വതൻ, വീട്ടിലേക്ക്, ഘർ. കോവിഡ് എന്ന ഈ മഹാമാരി നമ്മെ പിടിച്ചുലച്ചപ്പോഴും എല്ലാവർക്കും സ്വന്തം വീട്ടിലേക്ക് പോകണം തന്നെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. ക്യോ? എന്തുകൊണ്ടാണ്? സ്വന്തം വീട് പ്രിയപ്പെട്ടതായിരിക്കും. മേരാ ഘർ പ്യാരാ ഘർ ഹേ. മനുഷ്യർ മാത്രമല്ല കേട്ടോ, എല്ലാ ജീവികളും സ്വന്തം വീട്, സ്വന്തം കൂട്ടിലേക്ക് എത്തണം തന്നെയാണ് ആഗ്രഹം. നിങ്ങൾ വൈകുന്നേര സമയത്ത് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കൂ. പക്ഷികൾ കാണാം വൈകുന്നേരത്ത് കൂട്ടിലേക്ക് മടങ്ങുന്നു. എന്താ കാരണം? മേരാ ഘർ പ്യാരാ ഘർ. എൻ്റെ വീട് എനിക്ക് പ്രിയപ്പെട്ട വീട്. പക്ഷികൾ മാത്രമല്ല, ജാൻവർ, ജീവനുള്ള എല്ലാ ജീവികളും വീട്ടിലേക്ക് എത്താനാണ് അവർക്കൊക്കെ ആഗ്രഹം. കാരണം മേരാ ഘർ പ്യാരാ ഘർ, എൻ്റെ വീട് എനിക്ക് പ്രിയപ്പെട്ട വീട്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വീട് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? ഈ വീട് നിങ്ങൾ കണ്ടില്ലേ? എത്ര സുന്ദരമായ വീട്! കിतना खूबसूरत है. ഇതുപോലെ നിങ്ങൾക്കും വരയ്ക്കാൻ കഴിയും. നിങ്ങളും വരച്ചിട്ട് നല്ല കളർ ചെയ്തിട്ട് നിങ്ങളെ സാർക്ക് അയച്ചു കൊടുക്കണേ. प्यारे बच्चों, आपके घर में कौन कौन है? അമ്മി, മാ. നമുക്ക് ഉമ്മയെക്കുറിച്ച് രണ്ടു വരി ഒരു പാട്ട് കേട്ടാലോ? प्यारी माँ, मुझको तेरी दुआ चाहिए.
की ठंडी हवा चाहिए। लोरी गा गा के मुझको सुलाती है तू, मुस्कुरा कर सवेरे जगाती है तू। यह माम के बारे में है। और कौन कौन है घर में? कौन कौन है? अब्बा, अम्मी, भाई, बहन, दादा, ദാദി. ഇത് നമുക്ക് നമ്മുടെ നോട്ട് പുസ്തകത്തിലൊന്ന് എഴുതി നോക്കിയായോ? ലിഖിയേ ബച്ചോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഈ ക്ലാസ്സിൽ 2 പ്രവർത്തനം തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് വീട് വരച്ച് നിറം കൊടുക്കാൻ, മറ്റൊന്ന് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ വരച്ച് താഴെ അത് എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. മറക്കില്ലല്ലോ. ശുക്രിയ.